അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഹുസൈൻ സലഫിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ അവസാനത്തെ 2 പ്രതികരണ വീഡിയോകൾ കാണുകയുണ്ടായി. ആദ്യത്തെ വീഡിയോ ഒരു ഖുർആൻ ക്ലാസ്സാണ്. അതിലുള്ള വിരോധാഭാസം, അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല എന്നതാണ്. ഞാനതിലേക്ക് വിശദമായ നിലയ്ക്ക് തന്നെ വരുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെയാണ് മാതൃകയാക്കേണ്ടത് എന്നാണ്. അത് ഏതാണെങ്കിലും നന്നായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുന്ന പണിയാണ്. നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സുന്നത്ത് എടുത്താൽ മതി. മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഏറ്റവും മിനിമം അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വൈജ്ഞാനികമായ നിലക്ക് ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിനെ വൈജ്ഞാനികമായ നിലക്ക് നേരിടാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ രൂപത്തിലുള്ള വളരെ വില കുറഞ്ഞ, നിലവാരം കുറഞ്ഞ ചില പ്രതികരണങ്ങൾ നിങ്ങൾ നടത്താറുള്ളത്. അത് സാധാരണ നമ്മൾ കാണാറുള്ള കാര്യവുമാണ്. അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ സംസാരത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടൻറ്റിൻ്റെ ക്ഷാമം വല്ലാതെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. അത് ഇവിടെ ഒന്നുകൂടെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ സംസാരത്തിൽ അതിൻ്റെ പകുതി ഭാഗത്തോളം ഡോക്ടർ അനിൽ മുഹമ്മദ് പറയുന്നത് ഭിന്നിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളോടൊന്നും ആർക്കും ഇവിടെ യാതൊരു തർക്കവുമില്ല. ഭിന്നിപ്പിനെ നിരുത്സാഹപ്പെടുത്തിയ, വിഭാഗീയതയെ നിരുത്സാഹപ്പെടുത്തിയ മതമാണ് അള്ളാഹുവിൻ്റെ മതം. വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുവിൻ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. സമാനമായ ധാരാളം അധ്യാപനങ്ങളും ഭിന്നിപ്പിനെ സംബന്ധിച്ചുള്ള ശക്തമായ താക്കീതുകളുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ താളുകൾ നമ്മൾ മറിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അതിൻ്റെ വിശദീകരണം എന്നോണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വചനങ്ങളിലൂടെ ഭിന്നിപ്പിൻ്റെയും വിഭാഗീയതയുടെയും ഒക്കെ അനന്തരഫലങ്ങളും അതിൻ്റെ ഗൗരവവും അതിനെ സംബന്ധിച്ചുള്ള താക്കീതുകളുമൊക്കെ നൽകിയത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും ഇവിടെ ഭിന്നിപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിന് വളം വെച്ച് നൽകുകയോ ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ അനിൽ മുഹമ്മദ് മനസ്സിലാക്കണം. മറിച്ച് സലഫികളുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായ നിലയ്ക്ക് കേൾക്കണം. ആരെങ്കിലും അയച്ചു തരുന്ന ക്ലിപ്പോ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഭാഗങ്ങളോ കേൾക്കാതെ പൂർണ്ണമായ നിലയ്ക്ക് സലഫികളെ അറിയുകയും മനസ്സിലാക്കുകയും അവരുടെ പ്രഭാഷണങ്ങൾ നിഷ്പക്ഷമായി കേൾക്കുകയും ഒക്കെ ചെയ്താൽ ഇവിടെ നിരന്തരമായി പറയുന്ന കാര്യമാണ് ഭിന്നിപ്പ് പാടില്ല, ഭിന്നിപ്പ് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ് എന്നൊക്കെ നിരന്തരമായി പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ സലഫികൾ ഭിന്നിച്ചു പോയിട്ടില്ലേ, സംഘടനകൾക്കിടയിൽ വിഭാഗീയതയില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഉണ്ട്. ദൗർഭാഗ്യവശാൽ സലഫികൾക്കിടയിലും ഭിന്നിപ്പുണ്ട്. ആരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സംഘടനകൾ തമ്മിലുള്ള വിഭാഗീയത ഒരിക്കലും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അതിന് പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്താത്തൊരു വ്യക്തിയാണ് ഞാൻ. മാനസികമായി അതിനോട് താല്പര്യമില്ല എന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ സംഘടനാപരമായ ഭിന്നിപ്പുകളാണ്. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഞാൻ പ്രതികരിച്ചത് ഹുസൈൻ സലഫി സംസാരിച്ച വിഷയം അത് വൈജ്ഞാനികമായൊരു വിഷയമായിരുന്നു. ആ വൈജ്ഞാനികമായ ഗൗരവമേറിയ ഒരു വിഷയത്തെ അതിന് അർഹിക്കപ്പെടുന്ന ഗൗരവത്തോടുകൂടെ നിങ്ങൾ കാണാതെ അതിനെ എതിർക്കാൻ വേണ്ടി ആരോ നിങ്ങൾക്ക് അയച്ചു തന്ന ക്ലിപ്പ്, ആ ക്ലിപ്പിനെ മറയാക്കി നിങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചു എന്നതാണ് എൻ്റെ പോയിന്റ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതല്ലാതെ മുസ്ലിം സംഘടനകൾക്കിടയിൽ നടക്കുന്ന വിഭാഗീയമായ ചർച്ചയോ സംഘടനാ വിഭാഗീയതയോ ഒന്നും എൻ്റെ വിഷയമല്ല. ഞാൻ എപ്പോഴും വ്യക്തിപരമായി പറഞ്ഞാൽ ഏത് വിഷയത്തിലും ഇടപെടുന്നത് വൈജ്ഞാനികമായ കാമ്പുണ്ടെങ്കിൽ മാത്രമേ ആ വിഷയത്തെ ഞാനൊരു വിഷയമായി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാറുള്ളൂ. ഇവിടെ ഹുസൈൻ സലഫിയുടെ ആ പ്രതികരണം വൈജ്ഞാനികമാണ്, ഗൗരവമേറിയതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിന് നിങ്ങൾ പ്രതികരിച്ചത് ശരിയായില്ല എന്ന നിലക്ക് ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പൊട്ടൻ കളിക്കുന്നു എന്നേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഗൗരവമേറിയ വിഷയമാണ്. എന്താണ് ആ വിഷയം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള കളവാണ്. നമ്മുടെ പ്രവാചകൻ്റെ പേരിൽ ഒരാൾ കളവ് പറയുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസാരമായ കാര്യമല്ല. അത് ഗൗരവമേറിയ വിഷയമാണ്. എന്തൊക്കെ കളവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സമസ്തക്കാർ ഈ വിഷയത്തിൽ പറഞ്ഞത്? അതിനെ
ഹുസൈൻ സലഫി മാത്രമല്ല, നിങ്ങളടക്കമുള്ള എല്ലാവരും വിഷയമാക്കി സംസാരിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. ഒരുപാട് കളവുകൾ പറഞ്ഞു. എന്തൊക്കെയാണ് കളവ് പറഞ്ഞത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടാണ് സമസ്ത എന്ന പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയത്. ഒന്നാമത്തെ കളവ്. മാത്രമല്ല, സമസ്ത രൂപീകരിക്കാനുള്ള ഡേറ്റ്, അത് അവർ തീരുമാനിച്ച ഡേറ്റ് അള്ളാഹുവിൻ്റെ റസൂല് മാറ്റാൻ പറഞ്ഞപ്പോൾ പിന്നെ ഒരു കൊല്ലം അപ്പുറത്തേക്ക് ഡേറ്റ് മാറ്റി എന്നാണ്. ആലോചിക്കണം നിങ്ങൾ. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ് പ്രാർത്ഥിച്ച സംഘടനയാണ് സമസ്ത. ഒരു സംഘടനയുടെ മൈലേജിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക നിസ്സാരമാണോ അത്? മാത്രമല്ല, അവസാനിച്ചില്ലല്ലോ. മഹാന്മാരുടെ ഇടപെടൽ ദിനേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘടന, അതായത് ആ സംഘടനക്കൊന്നും പറ്റാൻ പാടില്ല. മഹാന്മാർ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളിലും അവർ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോഴും വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കം അവർ പരിചയപ്പെടുത്തുന്ന മഹാന്മാർ വക്കീലന്മാർക്ക് പോലും പോയിന്റുകൾ, കോടതിയിൽ വരെ പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഇങ്ങനെ അപ്രമാദിത്വമുള്ള ഒരു സംഘടന, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടൊരു സംഘടനയ്ക്ക് മൈലേജ് ഉണ്ടാക്കുന്നൊരവസ്ഥ, അതൊരിക്കലും ഉണ്ടായിക്കൂടാ. അത് ഗൗരവമായ വിഷയമാണ്. അതിനെതിരിലാണ് ഹുസൈൻ സലഫി പ്രതികരിച്ചത്. ഞാൻ വളരെ വിനയത്തോടെ ഡോക്ടർ അനിൽ മുഹമ്മദിനോട് ചോദിക്കട്ടെ, ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞ് ഏതെങ്കിലും ഒരു സംഘടന സലഫികൾക്കിടയിൽ മൈലേജ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങളതൊന്ന് ചൂണ്ടിക്കാണിക്ക്. നാളെ തന്നെ റഫീഖ് അതിനെതിരിൽ വീഡിയോ ചെയ്യും. കാരണം അത് മറ്റു സാധാരണ സംഘടനകൾക്കിടയിലുള്ള ഭിന്നിപ്പ് പോലെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുകയും അപ്രമാദിത്വം കൽപ്പിക്കുകയും ഞങ്ങളുടെ സംഘടന ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചാരണം നടത്തി മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച്, അതുകൊണ്ട് ആ സംഘടനയിൽ എന്ത് നടന്നാലും അതിനൊന്നൊരു പ്രശ്നവുമില്ല എന്ന നിലക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരു പബ്ലിക് പ്രോഗ്രാമിൽ അതിൻ്റെ ഗൗരവം ഹുസൈൻ സലഫി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് നിങ്ങൾ വലിയ അപരാധമായി ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ വിമർശിക്കാൻ വന്നത് ഒട്ടും ശരിയല്ല എന്നതാണ് എൻ്റെ പ്രതികരണത്തിലെ പ്രമേയം. അതുകൊണ്ട് ഈ മേഖലയിൽ ഞങ്ങളുടെ വീക്ഷണം വളരെ വ്യക്തമാണ്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്നത് സാധാരണ എൻ്റെയോ നിങ്ങളുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെയോ പേരിൽ കളവ് പറയുന്നത് പോലെയല്ല. മറിച്ച് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, എൻ്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ സീറ്റ് അവൻ ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഗൗരവമായ കളവിനെയാണ് ഹുസൈൻ സലഫി പിടികൂടിയത്. അതാണ് ആ വിഷയത്തിലുള്ള ഞങ്ങളുടെ വീക്ഷണം. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണങ്ങൾ ഉറക്കെ പറയാം. അതെ, ആ ഞങ്ങളുടെ വീക്ഷണമാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾ ഹുസൈൻ സലഫിയെ വിമർശിച്ചത്. ആ വിമർശനം ശരിയല്ല എന്നാണ് ആ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ഖുർആൻ ക്ലാസ് നടത്തിയല്ലോ, എങ്കിൽ ആ ഖുർആൻ ക്ലാസ് നിങ്ങൾക്കും ബാധകമല്ലേ? താങ്കളും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നതിനെ ക്ലിപ്പിട്ട് നിങ്ങളുടെ ചാനലിൽ പിടികൂടുന്നുണ്ട്. അതേപോലെ തന്നെ അനിസ്ലാമികമായ കാര്യങ്ങൾ പറയുന്നതിനെ നിങ്ങൾ ക്ലിപ്പിട്ട് പിടികൂടുന്നുണ്ട്, കണക്കിന് ചിരിച്ച് പരിഹസിക്കുന്നുമുണ്ട്. ഇല്ലേ? ഇതാ ഒരു സാമ്പിൾ കണ്ടു നോക്കൂ. പറയണോ? പറയണം. പറയാൻ വയ്യ, എങ്ങനെ ഞാൻ പറയുന്നു? എന്നാലും പറയും. പറയണോ? പറ. ഞാൻ കടന്നിങ്ങനെ ഉറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നു. ഞാൻ കാണേണ്ടതുപോലെ കണ്ടു. മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു, കവളിൽ ഉമ്മ തന്നു, കെട്ടിപ്പിടിച്ചു, എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തിയ നബി എന്നോട് പറയാ, നീ എനിക്ക് വേണ്ടി 37 കോടി സ്വലാത്ത് ചെല്ലിപ്പിച്ചില്ലേ, നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ, നിനക്ക് ദുനിയാവിലുള്ള എല്ലാം നിനക്ക് ഞാൻ തരാം, പണവും തരാം, വീടും തരാം, മജ്ലിസും തരാം. എനിക്ക് മുത്തുനബി ഒരു 3 ഏക്കർ സ്ഥലം കാണിച്ചു തന്നു. 3 കോടി രൂപയാ. ഗൂഗിൾ പേ വെക്കൂല. അത് മുത്തുനബി തന്നെ വാങ്ങി തരാന്ന് പറഞ്ഞു. അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാമെന്ന് മുത്തുനബി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി റമദാൻ വരെ ഗൂഗിൾ പേ ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. നീ അതൊന്നും വെക്കാതെ മജ്ലിസ് ഇത്രയും മുത്തുനബി പറഞ്ഞതാ. ഇതാണ് ഇപ്പൊ പൂത്തുലഞ്ഞു വരുന്ന, ഇവിടെ നിന്ന് കിളിച്ചു വരുന്ന ഒരു പുതിയ തട്ടിപ്പുകാരൻ. ഇതിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞപ്പോൾ ഇവരാ ഭാഗത്തുള്ളൊരു മുസ്ലിയാരെ ഇദ്ദേഹം പിടികൂടുന്നതാണ് അല്ലേ? ഇത് മൂപ്പർക്ക് ചെയ്യാം.
ഇത് ഹുസൈൻ സലഫിയോ ഞങ്ങളോ സലഫികളൊക്കെ ചെയ്താൽ അത് അപരാധം. ഇതെന്ത് മാനസിക രോഗമാണ്? ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് മാത്രമാണോ? അല്ല, ജിഫ്രി തങ്ങളുടെ ക്ലിപ്പിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, മുക്ക ഉമർ ഫൈസിയുടെ ക്ലിപ്പിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, പകരയുടെ ക്ലിപ്പിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, കണക്കിന് പ്രഹരിക്കുന്നുണ്ട്, ചിരിക്കേണ്ടടുത്ത് ചിരിക്കുന്നുണ്ട്. കാന്തപുരം ഒരിക്കൽ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ച് CM മടവൂരടക്കമുള്ള ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ആ ക്ലിപ്പിട്ട് അതിനെ വിമർശിച്ച് പരിഹാസിച്ചിരിക്കുന്നുണ്ട് അല്ലേ? പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി ഫൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അള്ളാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അള്ളാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ, അള്ളാഹു ഒരുവനാണല്ലോ. ഇത് നിങ്ങൾ ചെയ്തതല്ലേ ക്ലിപ്പിട്ട്? എന്നിട്ട് മാത്രമല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇതേ സംസാരത്തിൽ നിങ്ങൾ പറയുന്നുണ്ട്, ആയത്തോതിയിട്ടാണ് ഈ നിലക്കുള്ള ആശയം പറയുന്നത്, ഇതൊക്കെ ഞാൻ പഠിച്ചതിനെതിരാണ്, അതുകൊണ്ട് ഇത് ശരിയാണോ അല്ലയോ എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അതിൽ സുന്നിയോ മുജാഹിദോ ഒന്നും വ്യത്യാസമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഈ CM മടവൂരിനെ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന വാക്കുകൾ വെച്ച് നാളെ ഇനി പറയപ്പെടുന്ന എന്നെയും ഉസ്താദിനെയും വരുന്ന ആളുകളെ മുഴുവനും ഓരോ കാര്യങ്ങളാണ് ചുമതല ഏൽപ്പിക്കുന്നതെങ്കിൽ ആ ചുമതലകളെക്കുറിച്ച് ഖുർആനിൽ എവിടെയാണ് ഇത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആയത്തുകൾ എന്തെങ്കിലും ഉണ്ടോ? ഹദീസുകളിൽ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും പറയേണ്ടതും പണ്ഡിതന്മാരാണ്. ഇതിൽ മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, സുന്നി എന്നൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഖുർആനെക്കുറിച്ചാണ്, അതിലെ ആയത്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഡോക്ടർ അനിൽ മുഹമ്മദ്, താങ്കളോട് ചോദിക്കട്ടെ, ഈ ഉത്തരവാദിത്വമല്ലേ ഹുസൈൻ സലഫി വേങ്ങരയിൽ നിർവഹിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞ് ഈ നിലക്ക് സമൂഹത്തെ വഞ്ചിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇന്നതാണ് എന്നല്ലേ പറഞ്ഞു കൊടുത്തത്? വിശുദ്ധ ഖുർആൻ ഓതി അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ പ്രചാരം നടത്തുമ്പോൾ അത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്കെതിരാണ് എന്നല്ലേ പറഞ്ഞു കൊടുത്തത്? അതുകൊണ്ട് ആ പ്രഭാഷണം മുഴുവനും കേൾക്കാതെ അതിൻ്റെ കാമ്പ് മനസ്സിലാക്കാതെ നിങ്ങൾ ചാടിപ്പുറപ്പെട്ടത് ശരിയല്ല എന്നല്ലേ ഞങ്ങൾ പറയുന്നത്? അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? എന്നാലോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ ക്ലാസ് നിങ്ങൾക്ക് തന്നെ എതിരിലാണ് നിങ്ങൾ സംസാരിച്ചത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്ലിപ്പിട്ട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കളിയാക്കുന്നുണ്ട്. എന്നാലോ ക്ലിപ്പിട്ട് ഞങ്ങൾ സംസാരിച്ചാൽ അതിനെ നിങ്ങൾ വിമർശിക്കും അല്ലേ? അതേപോലെ പരിഹസിക്കണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്, എന്നാൽ നിങ്ങൾ പരിഹാസിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ പരിഹസിക്കുന്നില്ലേ? നിങ്ങൾ ക്ലിപ്പിട്ട് സംസാരിക്കുന്നില്ലേ? എന്നാൽ അതിന് നിങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്നു. കേട്ടു നോക്ക്. ക്ലിപ്പ് സഹിതം എന്തോ ക്ലിപ്പ് സഹിതം അതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് കുറേ ആളുകൾ അത് കാണാൻ ക്ലിപ്പ് സഹിതം. അപ്പോൾ അതുകൊണ്ട് അത്തരം മനോരോഗികളെയാണ് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അസുഖം എന്താണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഇതാണ് നിങ്ങളുടെ അസുഖം. സത്യം പറഞ്ഞാൽ ഇത് കേട്ടോണ്ടിരിക്കാൻ ആൾ മുന്നിലിരിക്കുന്നത് കൊണ്ടാണ് ഇവർ മാനസിക രോഗികളല്ലെന്ന് ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നിപ്പോകുന്നത്. അപ്പോൾ അസുഖം എന്താണെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് അനിൽ മുഹമ്മദിനോട് വളരെ വിനയത്തോടു കൂടെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ മാതൃകയാക്കി അവരുടെ സുന്നത്തെടുത്ത് അവരുടെ പുതിയ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ ഒന്ന് ചെയ്ത് മെല്ലെ മെല്ലെ മുന്നോട്ട് പോവുക. അള്ളാൻ്റെ ദീനിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ, പണ്ഡിതന്മാരൊക്കെ ദീനും പറഞ്ഞ് അവർ ഒരു സൈഡിലൂടെ അവരും മെല്ലെ മെല്ലെ അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ. അവരുടെ മേലിലേക്ക് കുതിര കയറാൻ വരാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് വളരെ വിനയത്തോടു കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.